ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഫിറ്റ്നസ് ബാൻഡാണ് ഷവോമിയുടെ മീ ബാൻഡ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10K വർത്ത് ആയിട്ടുള്ള സ്മാർട്ട് വാച്ചസിൻ്റെ എല്ലാം സെയിം ഫീച്ചേഴ്സും അതിനേക്കാളും നല്ലൊരു ബാറ്ററി ലൈഫും നമ്മൾക്ക് മീ ബാൻഡ്സിൽ കിട്ടുന്നുണ്ട്. മീ ബാൻഡ് 6ഉം ഒട്ടും തന്നെ പുറകിലല്ല. പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീ ബാൻഡ് 6ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3500 റുപ്പീസാണ്. അത് നമ്മുടെ മീ ബാൻഡ് 5നേക്കാളും 1000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മീ ബാൻഡ് 6ൻ്റെ ഈ ഒരു പ്രൈസ് മീ ബാൻഡ് 5നേക്കാളുമുള്ള ആ 1000 റുപ്പീസിൻ്റെ ആ ഒരു ഡിഫറൻസ് ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ കാർത്തിക്കാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ കയ്യിൽ നമ്മുടെ മീ ബാൻഡ് 6 ഉണ്ട്. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഈ ഒരു ബാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തറോ ആയിട്ട് നമ്മളൊരു ടെസ്റ്റിംഗ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻഡ് വരുന്നുണ്ട്, നമ്മളുടെ മാഗ്നറ്റിക് ചാർജിങ് കേബിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ടുള്ളത് അൺബോക്സിങ്ങിന് വേണ്ടിയിട്ടല്ല. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മീ ബാൻഡ് 6ൽ ലാസ്റ്റ് ഇയറിനെക്കാളുമുള്ള ഏറ്റവും വലിയ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഡിസ്പ്ലേൻ്റെ കാര്യം തന്നെ നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്കിതിൽ 1.56 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ലാസ്റ്റ് ഇയറിൽ നമുക്ക് 1.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മീ ബാൻഡ് 5 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം എല്ലാം നമ്മുടെ സ്ക്രീനിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫുൾ ആ സ്ക്രീന് നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 1000 റുപ്പീസിന് അത് വേർത്താണോ? എനിക്ക് തോന്നുന്നില്ല അത് വേർത്താണെന്നുള്ളത്. കാരണം ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഉണ്ടായിരുന്ന മീ ബാൻഡ് 5 എന്ന് പറയുന്നത് നമുക്ക് 2500 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ അത് ഓക്കെയാണ്. പക്ഷേ 3500 ഒരു അപ്ഗ്രേഡ് നമുക്ക് ഈ ഒരു ബാൻഡിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പല ബാൻഡുകളും വരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ റിയൽമീൻ്റെ ബാൻഡ് വരുന്നുണ്ട്, ഹോണർ ബാൻഡ് 6 വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ തിന്നർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്യുന്നില്ല. ടെക്സ്റ്റ് റീഡ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് റീഡ് ചെയ്യാനും ഇപ്പോഴും നമുക്ക് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് ഇതിൽ നമ്മൾക്ക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ റിയൽമീൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഹോണർ ബാൻഡ് 6ൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു AMOLED ഡിസ്പ്ലേ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേ വളരെ നല്ലതാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റുന്നുണ്ട്. ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 450 നിറ്റ്സ് വരുന്നുണ്ട്. ലോവർ ബ്രൈറ്റ്നസ്സും വളരെ നല്ലതാണ്. ഇനി നമ്മളുടെ റേസ് ടു വെയിറ്റ് ഫീച്ചർ ആണെന്നുണ്ടെങ്കിലും ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ആ ഫിറ്റ് ആൻഡ് കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രാപ്സ് ഭയങ്കര ഗുഡായിട്ടാണ് നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇറിറ്റേഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീ ബാൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ നമ്മുടെ കയ്യിലുള്ള കാര്യം തന്നെ നമ്മൾ മറന്നു പോകും. രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. മീ ബാൻഡിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറും അതുപോലെ തന്നെ SpO2 സെൻസറും വരുന്നുണ്ട്. എൻ്റെ കൈ ഭയങ്കര കുഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് ഫിറ്റിംഗ് പ്രോപ്പർ ആയിരുന്നില്ല. അവിടെ ഇവിടെയും ചെറിയ ഗ്യാപ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ടൈറ്റായിട്ട് അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല സമയത്തും SpO2ൻ്റെ കാൽക്കുലേഷൻസ് റോങ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീ ബാൻഡ് 6ൽ 5 ATM വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മളൊരു 50 മീറ്റേഴ്സ് വരെ ഡൈവ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 10 മിനിറ്റ്സ് വരെ നമ്മുടെ ബാൻഡ് സർവൈവ് ചെയ്യും. നമ്മുടെ മീ ബാൻഡ് 6ൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടായിരുന്ന മീ ബാൻഡ് 5ന് സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ആ കളർഫുൾ ആയിട്ടുള്ള മീ ബാൻഡ് 5ൻ്റെ ബാൻഡ്സ് എല്ലാം തന്നെ നമുക്ക് മീ ബാൻഡ് 6ലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മീ ബാൻഡ് 6ൻ്റെ UI നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ നമ്മൾക്കില്ല ഈ ഒരു ബാൻഡിൽ. സോ സ്വൈപ്പും ടച്ചും മാത്രമാണ് നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് സ്റ്റേറ്റസ് ആണ്. അത് നമ്മൾ എത്ര സ്റ്റെപ്സ് വാക്ക് ചെയ്തെന്നാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പാസ്റ്റ് വീക്കിലുള്ള ഡേറ്റയും അവർ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് PAI ആണ് വരുന്നത്. അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് ആണ്. ഇത് എനിക്ക് ഭയങ്കര കുറവാണ്, കാരണം നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഹാർട്ട് റേറ്റ് ട്രാക്കിംഗ് ആണ്. എപ്പോഴത്തെയും പോലെ തന്നെ മീ ബാൻഡിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഹാർട്ട് റേറ്റ് ട്രാക്കിങ്ങും അതുപോലെ തന്നെ സ്ലീപ്പ് ട്രാക്കിങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഹാർട്ട് റേറ്റ് ട്രാക്കിങ്ങിൽ നമുക്കൊരു ഇഷ്യൂസും വന്നിട്ടില്ല. നമുക്ക് അതേപോലെ തന്നെ SpO2 ട്രാക്കിംഗ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഡേ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ട്രാക്കിംഗ് ഇടാൻ പറ്റത്തില്ല. ഇത് നൈറ്റിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ SpO2 നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ സ്ലീപ്പ് ട്രാക്കിംഗ് ആണ്. മീ ബാൻഡ് 6 വളരെ നല്ലൊരു ജോബാണ് സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെ കേസിൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ മീ ബാൻഡ് 6ൽ നമ്മൾ പകലൊക്കെ ഒരു ചെറിയ നാപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നുണ്ട്.
ഇനി അടുത്ത നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആണ്. ഇത് നമ്മൾക്ക് ഏതൊക്കെ ആപ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വേണമെന്നുള്ളത് എനേബിൾ ചെയ്യാം. അത് നമ്മുടെ വാച്ചിലേക്ക് Mi Band Fit ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ജനറലി ആ ഒരു വിഡ്ത്ത് കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻസ് റീഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലല്ലേ എന്തെങ്കിലുമൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ വർക്കൗട്ട് മോഡ്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ടോട്ടലി 30 വർക്കൗട്ട് മോഡ്സ് വരുന്നുണ്ട്. ലാസ്റ്റ് ഇയറിൽ വന്നിട്ടുണ്ടായിരുന്ന Mi Band 5 നമുക്ക് 11 വർക്കൗട്ട് മോഡ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് അവരൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഓട്ടോ ട്രാക്കിംഗ്. അതായത് Mi Band 6ൽ നമുക്ക് 6 വർക്കൗട്ട് മോഡ്സ് ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ അക്യുറസി അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഓൾറെഡി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും അവർ ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓട്ടോ ട്രാക്കിംഗ് റിലേ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതൊരു ഫിറ്റ്നസ് ബാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് GPS ഇൻബിൽഡ് ആയിട്ടുള്ള GPS ഇല്ല. സോ നിങ്ങളുടെ ഫോണിലെ GPS-ലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം നിങ്ങളുടെ മോർണിംഗ് വാക്സ് അല്ലെങ്കിൽ റണ്ണിങ് ലൊക്കേഷൻസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് വേറെ കുറച്ച് ആപ്സും കൂടെ വരുന്നുണ്ട്, ലൈക്ക് ഇവൻറ്റ്സ്, വെതർ, മ്യൂസിക്, വേൾഡ് ക്ലോക്ക്, അങ്ങനെ കുറച്ചെണ്ണം. അത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ Mi Band 5ലും ഉണ്ടായിരുന്ന ആപ്സ് തന്നെയാണ്. സെറ്റിങ്സിൽ നമുക്ക് ബാൻഡ് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വാച്ച് ഫേസസ് നമുക്ക് 3 മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് വാച്ച് ഫേസസ് നമ്മുടെ Mi Fit ആപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി അവർ കൊടുത്തിട്ടുണ്ട്, അതായത് തേർഡ് പാർട്ടി വാച്ച് ഫേസസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ Mi Bandൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ്. കാരണം ഇതിന് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആപ്പ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വേറെ പുതിയൊരു ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലാഷ് ലൈറ്റ് ആണ്. ബാൻഡിൻ്റെ സ്ക്രീൻ തന്നെയാണ് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ആയിട്ടും കാണിക്കുന്നത്. അവരൊരു വൈറ്റ് സ്ക്രീൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കുറച്ച് ഇരുട്ടായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും സാധനങ്ങൾക്ക് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ആവും. ഇനി നമ്മൾ ആപ്പിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ Mi Fit ആപ്പ് എന്ന് പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ പേജിൽ നമ്മൾക്ക് സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട്, PAI കാണിക്കുന്നുണ്ട്, സ്ലീപ്പ് കാണിക്കുന്നുണ്ട്. എല്ലാ ഡാറ്റയും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ വർക്കൗട്ട് മോഡും, അതായത് വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ് എല്ലാം തന്നെ ഇതിൽ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ Mi Bandലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോൺ GPS യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ സ്റ്റോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാച്ച് ഫേസസ് അതിൽ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം തന്നെ ഭയങ്കര കാർട്ടൂണിഷ് ആയിട്ടുള്ള വാച്ച് ഫേസസ് ആണ്. പക്ഷേ എന്തായാലും തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ വേണമെന്നുള്ളത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഈവൻ ഇൻകമ്മിങ് കോൾസ് നമുക്ക് സൈലൻറ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബാൻഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബാൻഡിൻ്റെ യൂസേജ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതുപോലെ തന്നെ സ്ലീപ്പ് മോണിറ്ററിങ്, സ്ട്രെസ് മോണിറ്ററിങ് ഒക്കെ എത്ര ഇൻ്റർവെല്ലിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത് വല്ലാതെ അങ്ങ് യൂസ് ആവും. ബാറ്ററീൻ്റെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് Mi Band 6ൽ 125 mAh ബാറ്ററിയാണ് വരുന്നത്. ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 14 days വരെ നമുക്ക് ബാറ്ററി വരുന്നതാണ്. പക്ഷേ റിയാലിറ്റീൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫുൾ ഡേ നമ്മൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നൈറ്റിൽ നമ്മൾ SpO2 ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 days ആണ് ബാറ്ററി ലൈഫ് വരുന്നത്. 7 days എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്, കുറച്ചുകൂടി ബിഗർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ. പക്ഷേ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന Mi Band 5ൽ നമുക്ക് 10 days ആയിരുന്നു ബാറ്ററി ലൈഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് Mi Band 6ൽ കുറച്ച് ബാറ്ററി ലൈഫ് കുറവാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഇയറിലുള്ള സെയിം മാഗ്നറ്റിക് ചാർജിങ് തന്നെയാണ് ഇത്തവണയും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചാർജിങ് ഭയങ്കര ഈസിയാണ്. നമുക്ക് ഡിസ്പ്ലേ ബാൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചാർജിങ്ങിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 hour 15 minutes ഫസ്റ്റത്തെ 0 to 90% ചാർജ് ആവുന്നുണ്ട്. ബാക്കിയുള്ള 10% ചാർജ് ആവാൻ ഒരു 30 minutes എക്സ്ട്രാ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ Mi Band 6 വാങ്ങിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ Mi Band 6ൻ്റെ പ്രൈസ് 2999 ഡ്രോപ്പ് ആവുന്നവരെ വാങ്ങിക്കേണ്ടതെന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Mi Band 5 എടുക്കാം. അത് നമുക്കിപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആണ്. 2499 rupees മാത്രമേ വരുന്നുള്ളൂ. Mi Band 6ൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അത് നമുക്ക് മോസ്റ്റ്ലി യൂസബിൾ അല്ല Mi Band 5ലുള്ള പോലെ തന്നെ. പിന്നെ ഒരു 30 വർക്കൗട്ട് മോഡ്സ് വരുന്നുണ്ട്. അത് ഒരു 1000 rupees എക്സ്ട്രാ ഇടുന്നതിന് വർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കൗട്ട് മോഡ്സ്, സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഡിസ്പ്ലേ, ബാറ്ററി, കംഫർട്ട് എല്ലാത്തിലും നമുക്ക് Mi Band 6 ബെസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ സെയിം ക്വാളിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ Mi Band 5ലും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ Mi Band 5 എടുക്കാം. അത് 2499 മാത്രമേ വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, നമ്മുടെ Mi Band 6ൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നവരെ, ലൈക്ക് 2999 rupees ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു 3.5K ഒക്കെ ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ലൈക്ക് ഹോണർ ബാൻഡ് 6 വരുന്നുണ്ട്, അത് നമുക്ക് 3999 ആണ് വരുന്നത്. റിയൽമി വാച്ച് 2 വരുന്നുണ്ട്, അത് നമുക്ക് 3499 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.